കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കരാറിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുവെന്ന് ടി.ജെ. വിനോദ് എം.എൽ.എ. സ്പോൺസർ പറയുന്ന 70 കോടിയെക്കുറിച്ച് GCDA ചെയർമാന് അറിയില്ലെന്നും സർക്കാർ ഉത്തരവിനെ തുടർന്നാണ് GCDA സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം കൈമാറിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഫിഫ അനുമതി ലഭിക്കാൻ എന്തൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നതിന് ചെയർമാന് മറുപടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചെയർമാൻ വിശദീകരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ 30-ാം തീയതിക്ക് ശേഷം സ്പോൺസർക്ക് ഒരു ക്ലെയിമും സ്റ്റേഡിയത്തിൽ ഉണ്ടായില്ല എന്നാണ് ജനറൽ കൗൺസിൽ അദ്ദേഹം നൽകിയ ഉറപ്പ്. ഈ ഫിഫയുടെ റാങ്കിങ് കിട്ടാൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എന്തെല്ലാം വർക്കുകളാണ് ചെയ്യേണ്ടത്, അതിനെ സംബന്ധിച്ചൊരു എന്തൊക്കെ വർക്ക് ചെയ്യണം, അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടോ, ആ എസ്റ്റിമേറ്റ് പ്രകാരമാണോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു എസ്റ്റിമേറ്റും അതുമായി ബന്ധപ്പെട്ടില്ല. ഈ 3 അംഗ കമ്മിറ്റി, സ്പോൺസറുടെ ഒരു പ്രതിനിധി, GCDAയുടെ ചീഫ് എഞ്ചിനീയർ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ്റെ ചീഫ് എഞ്ചിനീയർ, ഈ 3 അംഗ കമ്മിറ്റി അതാത് ദിവസം വൈകുന്നേരങ്ങളിൽ ചെയ്ത വർക്കിനെ സംബന്ധിച്ച് കോണ്ടം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ അറിയിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്.